കർഷകരുടെയും യുവാക്കളുടെയും തൊഴിലാളികളുടെയും വോട്ട് ലക്ഷ്യമിട്ട് കോൺഗ്രസ് പ്രകടന പത്രിക. ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിവർഷം 72,000 രൂപ ഉറപ്പു നൽകുന്ന ന്യായിയാണ് പ്രധാന വാഗ്ദാനം. മുൻപുണ്ടായിരുന്ന റെയിൽവേ ബജറ്റ് പോലെ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കും. കാർഷിക കടം തിരിച്ചടയ്ക്കാത്തത് ക്രിമിനൽ കുറ്റമല്ലാതാക്കുമെന്നും പ്രകടന പത്രിക പുറത്തിറക്കി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നടപ്പാക്കും. ഇതാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മറ്റ് മുതിർന്ന നേതാക്കളും ചേർന്ന് ഡൽഹിയിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ മുഖവാചകം. രാജ്യത്തെ പാവപ്പെട്ട 5 കോടി കുടുംബങ്ങളിലെ 25 കോടി ജനങ്ങൾക്ക് പ്രതിവർഷം 72,000 രൂപ നൽകുമെന്ന ന്യായ് പദ്ധതിയാണ് പ്രകടന പത്രികയിലെ പ്രധാന ആകർഷണം. हिंदुस्तान के 20% सबसे गरीब परिवारों को हर महीने उनके बैंक अकाउंट में कांग्रेस पार्टी की सरकार डायरेक्ट पैसा डालेगी. അതിലൂടെ നോട്ട് നിരോധനത്തിന്റെ ദുരിതം മറികടക്കും. കേന്ദ്ര സർക്കാരിലെ 4 ലക്ഷം ഒഴിവുകൾ അടുത്ത വർഷം നികത്തും. സംസ്ഥാനങ്ങളിലെ 22 ലക്ഷം ഒഴിവുകൾ നികത്താൻ സമ്മർദ്ദം ചെലുത്തും. പഞ്ചായത്ത് തലത്തിൽ സേവാമിത്ര എന്ന പേരിൽ 10 ലക്ഷം തസ്തികകൾ സൃഷ്ടിക്കും. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ 150 ഉയർത്തും. तो हम मनरेगा के 150 दिन गारंटी करना चाहते हैं. 100 से अब हम 150 दिन गारंटी करना चाहते हैं. യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ ആദ്യ 3 വർഷം അനുമതികളൊന്നും വേണ്ട. 3 साल के लिए हिंदुस्तान के युवाओं को बिजनेस खोलने के लिए कोई परमिशन की जरूरत नहीं, किसी से कोई परमिशन लेने की जरूरत नहीं. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന പത്രികയിൽ പൊതു ബജറ്റിന് പുറമെ കാർഷിക ബജറ്റ് അവതരിപ്പിക്കുമെന്നാണ് വാഗ്ദാനം. किसानों का एक सेपरेट बजट होना चाहिए. हिंदुस्तान के किसान को मालूम होना चाहिए उसकी एमएसपी कितनी बढ़ाई जाएगी, सब उसके सामने होना चाहिए. കാർഷിക കടം തിരിച്ചടക്കാത്തത് ക്രിമിനൽ കുറ്റമല്ലാതാക്കും. വനിതാ സംവരണ ബിൽ പാസാക്കും. കേന്ദ്ര സർക്കാർ തൊഴിലുകളിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കും. കാർഷിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും അടക്കമുള്ള അടിസ്ഥാന വിഷയങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് ചർച്ച തിരിച്ചു കൊണ്ടുവരിക. അതിലൂടെ ഹിന്ദുത്വത്തിലും ദേശീയതയിലും ഊന്നിയുള്ള BJPയുടെ പ്രചാരണത്തെ ചെറുക്കുക. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ കോൺഗ്രസിന്റെ ലക്ഷ്യം ഇതാണ്. ACC ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. അതിദേശീയതയല്ല കർഷക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രശ്നമെന്ന് വാദിക്കുന്നതാണ് കോൺഗ്രസ് പ്രകടന പത്രിക. നവലിബറൽ നയങ്ങൾക്കൊപ്പം സോഷ്യലിസ്റ്റ് ആശയങ്ങളും കണ്ണിചേർത്ത് മുന്നോട്ട് പോകുമെന്ന് സൂചന നൽകാനും പത്രികയിലൂടെ കോൺഗ്രസ് ശ്രമിക്കുന്നു. മുൻകാലത്തെ കോൺഗ്രസ് സർക്കാർ നയങ്ങൾ തിരുത്തുമെന്ന പ്രഖ്യാപനവും പത്രികയിലുണ്ട്. പുൽവാമയ്ക്ക് ശേഷം അതിദേശീയതയിലൂന്നിയുള്ള പ്രചാരണ കോലാഹലമാണ് BJPയുടേതെന്ന് പറഞ്ഞാണ് രാഹുൽ രംഗത്തെത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം അതല്ലെന്നും കോൺഗ്രസ്. नैरेटिव देश में रोजगार का है, किसानों का है और न्याय योजना का है. बीजेपी नैरेटिव को शिफ्ट करना चाहती है, मगर नैरेटिव शिफ्ट नहीं हो सकता है क्योंकि देश की सच्चाई बेरोजगारी है, देश की सच्चाई किसानों की बुरी हालत है. ഇങ്ങനെ പറയുക മാത്രമല്ല, ഇന്നോളം കോൺഗ്രസ് സർക്കാരുകൾ നടപ്പിലാക്കിയ നയങ്ങളിൽ പലതും കാലോചിതമായി പരിഷ്കരിച്ചില്ലെന്ന കുറ്റസമ്മതവും നടത്തുന്നു രാഹുലും കൂട്ടരും. ബ്രിട്ടീഷ് കാലം മുതൽ നിലനിൽക്കുന്ന കോൺഗ്രസ് സർക്കാരുകൾ ഉൾപ്പെടെ നടപ്പിലാക്കിയ വിവാദമായ രാജ്യദ്രോഹ നിയമം റദ്ദാക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനം. രഹസ്യാന്വേഷണ സുരക്ഷാ നിയമത്തിലും സമൂലമായ മാറ്റമുണ്ടാകും. കശ്മീർ പ്രശ്നം തുറന്ന ചർച്ചകളിലൂടെ പരിഹരിക്കാൻ മുൻവാദികളില്ലാതെ ചർച്ചകൾക്കായി 3 വിദഗ്ധരെ നിയോഗിക്കും. ജനവാസ മേഖലകളിലെ സൈനിക വിന്യാസം കുറയ്ക്കും. സൈന്യത്തിന്റെ പ്രത്യേക അധികാര നിയമവും കശ്മീരിലെ പ്രശ്നബാധിത മേഖലകളിലെ നിയമവും പുനഃപരിശോധിക്കുമെന്നും കോൺഗ്രസ് പറയുന്നു. വിചാരണയില്ലാതെ തടവ് നൽകുന്ന നിയമങ്ങൾ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനവും കോൺഗ്രസിന്റെ തിരിഞ്ഞുനടത്തമാണ്. ഇന്ത്യയുടെ ശിഥിലീകരണത്തിന് വഴിവെക്കുന്ന വാഗ്ദാനങ്ങളെന്നാണ് BJPയുടെ തിരിച്ചടി. രാജ്യദ്രോഹക്കുറ്റം ഒഴിവാക്കുമെന്ന് പറയുന്നവർക്ക് ഒറ്റ വോട്ടിന് പോലും അർഹതയില്ല. इस मैनिफेस्टो में ऐसे एजेंडाज हैं जो देश को तोड़ने का काम करते हैं, राष्ट्र की एकता के खिलाफ जाते हैं, और जो कांग्रेस पार्टी और विशेष रूप से गांधी परिवार की, नेहरू गांधी परिवार की ऐतिहासिक भूल थी जम्मू कश्मीर के संबंध में, जिसके लिए देश कभी उनको माफ नहीं कर सकता, उस एजेंडा को और आगे खतरनाक रूप से बढ़ाने का प्रयास करते हैं. രാജ്യരക്ഷയിലെ ഈ 2 ധാരകൾ തമ്മിലുള്ള പോരാട്ടമാകും ഈ തെരഞ്ഞെടുപ്പ്. രാജ്യദ്രോഹ കുറ്റത്തിലും അസ്പയിലുമെല്ലാം
ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാർട്ടികൾ നാളുകളായി ഉന്നയിക്കുന്ന ആവശ്യത്തിലേക്ക് കോൺഗ്രസും എത്തുന്നു. പ്രകടന പത്രിക അഭിസംബോധന ചെയ്യുന്ന പ്രധാന വിഷയങ്ങളും ഈ രാഷ്ട്രീയത്തോട് ചേർന്ന് പോകുന്നവ തന്നെ. നവലിബറൽ നയങ്ങൾക്കൊപ്പം നെഹ്റുവിയൻ സോഷ്യലിസവും ഏകോപിപ്പിക്കാനുള്ള ശ്രമമാണോ കോൺഗ്രസ് നടത്തുന്നത്? ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്നായിരുന്നു 1971 ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചതെങ്കിൽ 48 വർഷത്തിന് ശേഷം രാഹുലിന്റെ വാഗ്ദാനം അതേ ദാരിദ്ര്യത്തിനെതിരെ യുദ്ധം നടത്തുമെന്നാണ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വയനാട് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. മോദി സർക്കാർ ദക്ഷിണേന്ത്യയെ പൂർണ്ണമായും അവഗണിച്ചെന്നും താൻ ദക്ഷിണേന്ത്യക്കാർക്ക് ഒപ്പമാണെന്നും രാഹുൽ പറഞ്ഞു. പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്കയും വയനാട്ടിലെത്തും. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലാണ് വയനാട്ടിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. ദക്ഷിണേന്ത്യക്കൊപ്പമാണെന്ന് തെളിയിക്കാനാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ഈ തീരുമാനത്തിൽ മോദി ഭയന്നിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. South India feels hostility from Mr. Narendra Modi. They feel that they are not being included in the decisions of this country. So I wanted to send a message to South India that we are with you and I am standing with you. രാഹുൽ ഗാന്ധിയെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ. പ്രിയങ്ക കൂടി ഉണ്ടാകുമെന്ന് അറിഞ്ഞതോടെ ആവേശം ഇരട്ടിച്ചു. നാളെ വൈകിട്ടാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുക. മറ്റന്നാൾ രാവിലെ 10 വയനാട്ടിലേക്കുള്ള യാത്ര. കൽപ്പറ്റ SKMJ ഹൈസ്കൂളിൽ ഹെലികോപ്റ്റർ ഇറങ്ങി കാറിൽ കളക്ടറേറ്റിലെത്തും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരക്കും. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ് പരിപാടികളുടെ ചുമതല. SPG പ്രത്യേക യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. രാഹുൽ ഗാന്ധിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് വയനാട്. കോൺഗ്രസിലെ സംസ്ഥാന ദേശീയ നേതാക്കളുടെ ഒരു പട തന്നെ നാളെ മുതൽ വയനാട്ടിൽ ഇറങ്ങി തുടങ്ങും. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുന്നതിനെതിരെ വർഗീയ വിമർശനം നടക്കുന്ന സാഹചര്യത്തിൽ പ്രചാരണ ശൈലി മാറ്റാനൊരുങ്ങി മുസ്ലിം ലീഗ്. വയനാട് മൂലം മറ്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് ന്യൂസ് 18നോട് പറഞ്ഞു. നാളെ കോഴിക്കോട് നടക്കുന്ന കോൺഗ്രസ് ലീഗ് നേതൃയോഗത്തിൽ വിഷയം ചർച്ചയാകും. ഭൂരിപക്ഷ രോഷം ഭയന്ന് രാഹുൽ ന്യൂനപക്ഷ മണ്ഡലത്തിൽ അഭയം തേടിയിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും നടത്തിയ വിമർശനം. വയനാട്ടിൽ രാഹുലിന് വേണ്ടി നടന്ന പ്രകടനങ്ങളിലെ മുസ്ലിം ലീഗ് കൊടി പാകിസ്ഥാൻ കൊടിയായി ചിത്രീകരിച്ച് ഉത്തരേന്ത്യയിൽ BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു. വരും ദിവസങ്ങളിൽ BJP ഇക്കാര്യം പ്രചരണ വിഷയമാക്കുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് പ്രചരണ ശൈലി മാറ്റാൻ ലീഗ് ആലോചിക്കുന്നത്. നാളെ കോഴിക്കോട് ചേരുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃയോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ന്യൂസ് 18നോട് പറഞ്ഞു. വയനാട് എന്തായാലും ജയിക്കും. വയനാട് കൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ പ്രയാസമില്ലാത്ത രീതിയിൽ അവിടെയൊക്കെ വിജയിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം എന്താ വെച്ചെങ്കിൽ അത് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. രാഹുൽ മുസ്ലിം ലീഗിന്റെ ഔദാര്യത്തിന് പോയിരിക്കുകയാണെന്ന് ചില CPM നേതാക്കളും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. രാഹുൽ വയനാട്ടിലെത്തിയപ്പോൾ BJPക്കും CPMനും ഒരേ സ്വരമായി മാറിയെന്നും മജീദ് വിമർശിച്ചു. രാഹുൽ വന്നതോടുകൂടി ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. CPM പറഞ്ഞൊരു അർത്ഥമില്ല. കാരണം വെച്ചാൽ CPM കേരളം വിട്ടാൽ രാഹുൽ ഗാന്ധിന്റെ കൂടെ ലീഗിന്റെ കൂടെ മത്സരിക്കുന്ന പാർട്ടിയാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട്ടിൽ നടന്ന പ്രകടനങ്ങളിൽ കോൺഗ്രസിനെ അപേക്ഷിച്ച് മുസ്ലിം ലീഗ് സജീവ സാന്നിധ്യമായിരുന്നു. വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങളിൽ മുസ്ലിം ലീഗ് പതാകകൾ കുറയ്ക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. ലക്കിടിയിലെ കരിന്തണ്ടൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. നാളെയാണ് തുഷാർ പത്രിക സമർപ്പിക്കുക. BJP ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും തുഷാർ പറഞ്ഞു. സരിത S നായർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തിന് പുറമെ വയനാട്ടിലും മത്സരിക്കും. എറണാകുളത്ത് നാളെയും വയനാട്ടിൽ മറ്റന്നാളും പത്രിക സമർപ്പിക്കും. സ്ഥാനാർത്ഥിയാവുന്നതിന് മുന്നോടിയായി കേസുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി പത്രപരസ്യവും നൽകി. തനിക്ക് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷനെതിരെ മത്സരിക്കുന്നതെന്ന് സരിത S നായർ അറിയിച്ചു. വർഗീയ വിരുദ്ധതയിലും മതനിരപേക്ഷതയിലും ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് വിശ്വസിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്ലാവില കാണുന്ന ആടിനെ പോലെ നോട്ടുകെട്ട് കാണുമ്പോൾ BJPയിലേക്ക് പോകുന്ന കോൺഗ്രസുകാരെ തെരഞ്ഞെടുക്കരുതെന്നും പിണറായി കോഴിക്കോട് പറഞ്ഞു. വിശ്വസ്തത വളരെ പ്രധാനമാണ്. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുക. പ്ലാവില കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ
ആയി മാറരുത്. കുറച്ച് നോട്ട് കെട്ടുകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന്റെ പിന്നാലെ നാട്ടുകെട്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ NDA സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന തൃശൂരിൽ ഒടുവിൽ സുരേഷ് ഗോപി എത്തുന്നു. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ തൃശൂരിൽ മത്സരിക്കണമെന്ന BJP ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം സുരേഷ് ഗോപി അംഗീകരിച്ചു. സുരേഷ് ഗോപി എത്തുന്നതോടെ ത്രികോണ പോരിന് തൃശൂരിലും അരങ്ങൊരുങ്ങി. വോട്ട് വിഹിതം കൊണ്ടും സംഘടനാശേഷി കൊണ്ടും BJP A ക്ലാസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. കെ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിക്കാൻ എത്തുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ സീറ്റ് ഘടകകക്ഷിയായ BDJS നൽകിയതോടെ ആ സാധ്യത ഇല്ലാതായി. BJP പത്തനംതിട്ടയിൽ സുരേന്ദ്രന്റെയും BDJS തൃശൂരിൽ പാർട്ടി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെയും പ്രഖ്യാപിച്ചു. ഇതിനിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ തുഷാർ രാഹുലിനെ നേരിടാൻ ചുരം കയറി. തുഷാർ പോയതോടെ BJPയുടെ തൃശൂരിലേക്കുള്ള കണ്ടെത്തലാണ് രാജ്യസഭാ MP സുരേഷ് ഗോപി. രാജ്യസഭാ MPയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സുരേഷ് ഗോപിക്ക് താൽപ്പര്യമുണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് കുമ്മനത്തെ RSS ഇറക്കിയതോടെ ആ സാധ്യത ഇല്ലാതായി. കൊല്ലം സീറ്റിലേക്ക് മത്സരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും താൽപ്പര്യം ഇല്ലെന്നായിരുന്നു നിലപാട്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ മത്സരിക്കണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം സുരേഷ് ഗോപി അംഗീകരിക്കുകയായിരുന്നു. തെക്കൻ കേരളം കഴിഞ്ഞാൽ ശബരിമല സ്ത്രീ പ്രവേശനം ഏറ്റവും കൂടുതൽ ചർച്ചയായ ജില്ലയാണ് തൃശൂർ. ശബരിമല വിഷയത്തിൽ സുരേഷ് ഗോപി കൈക്കൊണ്ട നിലപാട് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. ഇതിനൊപ്പം സുരേഷ് ഗോപിയുടെ താരപരിവേഷവും സ്വീകാര്യതയും വോട്ടാകുമെന്നും BJP കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,20,681 BJP നേടിയ വോട്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം BJPയുടെ വോട്ട് 2,05,515 ഉയർന്നിരുന്നു. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. കേരളത്തിൽ പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു. മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളായ VP സാനുവും PV അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്, കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി VN വാസവൻ, കണ്ണൂരിലെയും ആറ്റിങ്ങലിലെയും NDA സ്ഥാനാർത്ഥികളായ CK പത്മനാഭൻ, ശോഭ സുരേന്ദ്രൻ എന്നിവരും പത്രിക നൽകി. കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിക്കാൻ 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. വിവാദങ്ങളുടെ വോട്ടെടുപ്പിൽ ലീഡ് ചെയ്യുന്ന മണ്ഡലമാണ് ആലത്തൂർ. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ കേന്ദ്രീകരിച്ചുള്ള സൈബർ പോര് ഇപ്പോൾ എതിർകക്ഷി നേതാവിന്റെ വിവാദ പ്രസംഗത്തിൽ വരെയെത്തി. രമ്യ ഹരിദാസിനെതിരായ LDF കൺവീനർ A വിജയരാഘവന്റെ പരാമർശം ആലത്തൂരിൽ മാത്രമല്ല മറ്റിടങ്ങളിലും മുന്നണിയെ പ്രതിരോധത്തിലാക്കും. നോമിനേഷൻ കൊടുക്കാൻ പോയ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി എവിടെയാണ്? നമ്മുടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി പെൺകുട്ടി. അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ടെ തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലി കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യ. പോയിട്ടുണ്ട്. ഇടതുമുന്നണി കൺവീനർ A വിജയരാഘവന്റെ ഈ അധിക്ഷേപ പരാമർശം വരെ എത്തി നിൽക്കുകയാണ് ആലത്തൂരിൽ മുന്നണികൾ തമ്മിലുള്ള പോര്. CPMനുള്ളിലും അനുഭാവികൾക്കിടയിലും വിജയരാഘവന്റെ പരാമർശത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും പരസ്യമായി തള്ളാൻ നേതാക്കൾ തയ്യാറായില്ല. വിജയരാഘവനെതിരെ രമ്യ ഹരിദാസ് പോലീസിൽ പരാതി നൽകി. തെറ്റ് തന്നെയാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി പോലും തയ്യാറാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഞാൻ വിചാരിച്ചു ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ച് സർക്കാർ തന്നെ ഇതിനകത്തൊരു നടപടി എടുത്ത് പോലീസ് മുഖേന നിയമവുമായി ബന്ധപ്പെട്ട ഒരു നടപടിയൊക്കെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും കാണുന്നില്ല. രമ്യ ഹരിദാസ് പാട്ടുപാടി വോട്ട് പിടിക്കുന്നെന്ന ദീപ നിഷാദിന്റെ പരിഹാസത്തിൽ തുടങ്ങിയതാണ് ആലത്തൂരിലെ വിവാദം. ചർച്ചകൾ പാട്ടിലൊതുങ്ങിയില്ല. കോൺഗ്രസ് MLA അനിൽ അക്കരയും ദീപ നിശാന്തും പാട്ടിന്റെ പേരിൽ ദിവസങ്ങളോളം കൊമ്പുകോർത്തു. LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ PhD കോപ്പേടിയാണെന്ന ആരോപണം അനിൽ അക്കരെ ഉയർത്തിയതോടെ ഇടത് സൈബറിടങ്ങൾ ഇളകി. ബിജുവിന്റെ മറുപടി വൈറലായി. പിന്നെ മതിലായി തർക്കം. രമ്യയുടെ പോസ്റ്ററിൽ CPMന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പതിപ്പിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ് MLAമാർ കളത്തിലിറങ്ങിയതോടെ പ്രതിരോധിക്കാൻ മന്ത്രിമാർ തന്നെ ഇറങ്ങി. ഇപ്പോൾ മതിലും കടന്ന് പ്രസംഗത്തിൽ വരെ. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18.
സംസ്ഥാന സർക്കാരിനെയും ബി.ജെ.പിയെയും രൂക്ഷമായി വിമർശിച്ചും കോൺഗ്രസിനെ ഭാഗികമായി പിന്തുണച്ചും NSSന്റെ നിലപാട് പ്രഖ്യാപനം. വിശ്വാസത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ആർക്കാണ് അർഹതയുള്ളതെന്ന് വിശ്വാസികൾ തീരുമാനിക്കട്ടെയെന്ന് NSS വ്യക്തമാക്കി. സമദൂരം തുടരുമെന്ന് പറഞ്ഞു തുടങ്ങുന്ന NSSന്റെ നിലപാട് പ്രഖ്യാപനത്തിലെ പ്രധാന വാചകങ്ങൾ ഇങ്ങനെ: രാഷ്ട്രീയ വിജയം കൊയ്യാനുള്ള അവസരമായാണ് ശബരിമല പ്രശ്നത്തെ ബി.ജെ.പിയും കോൺഗ്രസും കണ്ടത്. ബി.ജെ.പി നിയമ നടപടികളിലൊന്നും ശ്രദ്ധിക്കാതെ പ്രക്ഷോഭത്തിലൂടെ മാത്രം യുവതീ പ്രവേശനത്തെ തടയാൻ ശ്രമിക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അധികാരം കയ്യിലുള്ള കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ വിശ്വാസം സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും NSS മുഖമാസികയായ സർവീസിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നു. സമദൂര നിലപാടിൽ തന്നെ തുടരുമെന്നതാണ് NSS പറയുന്നത്. പക്ഷേ പ്രസ്താവന അവസാനിപ്പിക്കുന്നത് ചില നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ശബരിമലയുടെ പേരിൽ എല്ലാ മുന്നണികളും വോട്ട് നേടാൻ ശ്രമിക്കുകയാണ്. ഇതിൽ അർഹതയുള്ളത് ആരെന്ന് വിശ്വാസികൾ തന്നെ തീരുമാനിക്കട്ടെ എന്ന്. ക്യാമറമാൻ കണ്ണൻ പി പ്രസന്നൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. റെയിൽവേ വിമാന ടിക്കറ്റുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിലെ അലംഭാവത്തിലാണ് നടപടി. ചുമതലയുള്ള ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ റെയിൽവേക്കും എയർ ഇന്ത്യയ്ക്കും നിർദ്ദേശം നൽകി. മേഹു ചൌക്കീദാർ എന്നെഴുതിയ ചായക്കപ്പുകൾ IRCTC തീവണ്ടിയിൽ ഉപയോഗിച്ചതിലും കമ്മീഷൻ വിശദീകരണം തേടി വ്യാഴാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗ് ചട്ടലംഘനം നടത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നരേന്ദ്രമോദിയെ വീണ്ടും തെരഞ്ഞെടുക്കാം എന്ന കല്യാൺ സിംഗിന്റെ പ്രസ്താവന ചട്ടലംഘനമാണെന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. താൻ ഒരു BJP പ്രവർത്തകൻ ആണെന്ന പ്രസ്താവനയിലൂടെ കല്യാൺ സിംഗ് ഗവർണർ പദവിയുടെ അന്തസ്സ് ഇടിച്ചു താഴ്ത്തിയതായി കമ്മീഷൻ വിലയിരുത്തി. അലിഗഡിലെ സ്ഥാനാർത്ഥിക്കെതിരെ BJPയിൽ അമർഷം പുകയുന്നതിനിടെയായിരുന്നു രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗ് വിവാദ പരാമർശവുമായി രംഗത്തെത്തിയത്. നമ്മളെല്ലാം BJP പ്രവർത്തകരാണെന്നും മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കണമെന്നുമായിരുന്നു കല്യാൺ സിംഗിന്റെ വാക്കുകൾ. മോദി പ്രധാനമന്ത്രിയാകേണ്ടത് രാജ്യത്തിന് അനിവാര്യമാണെന്നും കല്യാൺ സിംഗ് പറഞ്ഞുവെച്ചു. പരാമർശം ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തർപ്രദേശ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് റിപ്പോർട്ട് തേടുകയും പരിശോധനയിൽ ചട്ടലംഘനം നടന്നതായി കണ്ടെത്തുകയുമായിരുന്നു. താനൊരു BJP പ്രവർത്തകനാണെന്ന പ്രസ്താവനയിലൂടെ ഗവർണർ പദവിയുടെ അന്തസ്സ് ഇടിച്ചു താഴ്ത്തിയതായും കമ്മീഷൻ വിലയിരുത്തി. വിഷയം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഇത് രണ്ടാം തവണയാണ് ഒരു ഗവർണർ ഭരണഘടനാ പദവിയിലിരുന്ന് ചട്ടം ലംഘിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തുന്നത്. 1993 ഹിമാചൽ പ്രദേശ് ഗവർണറായിരുന്ന ഗുൽഷർ അഹമ്മദും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന മകൻ സയ്യിദ് അഹമ്മദിനു വേണ്ടി പ്രചാരണം നടത്തിയെന്നായിരുന്നു കമ്മീഷൻ കണ്ടെത്തിയിരുന്നത്. കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് BJP നേതാവും മുൻ UP മുഖ്യമന്ത്രിയുമായിരുന്ന കല്യാൺ സിംഗിനെ രാജസ്ഥാൻ ഗവർണറായി നിയമിച്ചത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. പ്രചാരണ ചൂട്. ആന്ധ്രയെ ഇളക്കിമറിച്ചുള്ള പ്രചാരണമാണ് YSR കോൺഗ്രസിന്റേത്. ജഗൻമോഹൻ റെഡ്ഡി തന്നെയാണ് സംസ്ഥാനത്ത് പ്രചാരണത്തിന്റെ നേതൃത്വത്തിൽ. YSR കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഗാനവും വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ജഗനെ വേണം, ജഗൻ വരണം. YSR കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. ആന്ധ്രയിലെങ്ങും അണികളെ ആവേശത്തിലാക്കുകയാണ് കാവാലി ജഗൻ, രാവാലി ജഗൻ എന്ന തെരഞ്ഞെടുപ്പ് ഗാനം. യൂട്യൂബിൽ 1 കോടി ക്ലബിൽ ഈ ഗാനം ഇടം നേടി. പാർട്ടിക്ക് സ്വാധീനമുള്ള കുർണൂലും കടപ്പയും കടന്ന് TDP കോട്ടകൾ വരെ ഇളക്കിമറിച്ചാണ് ജഗന്റെ സഞ്ചാരം. കൂറ്റൻ റോഡ് ഷോകൾ. ജഗനേക്കാൾ വലിയ താരപ്രചാരകൻ പാർട്ടിക്ക് വേറെയില്ല. വൻ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതും జగన్ തന്നെ. మన పార్టీ తరఫున ఎమ్మెల్యే అభ్యర్థిగా నిలబడతా ఉన్నాడు. ఇంతకు ముందు ఎంపీగా పనిచేసినప్పుడు మీ అందరికీ కూడా కాస్తో కూస్తో పరిచయం ఉన్న వ్యక్తి. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25-ൽ 8 സീറ്റ് നേടിയിരുന്നു YSR കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 175-ൽ 66 നേടി പ്രതിപക്ഷത്താണ് പാർട്ടി. 5 എംപിമാർ രാജിവെച്ചത് ക്ഷീണമുണ്ടാക്കിയെങ്കിലും ജഗന്റെ പ്രജാസങ്കല്പ യാത്രയിലൂടെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കരുത്തു നേടിയെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. 341 ദിവസം നീണ്ടുനിന്ന 3600 കിലോമീറ്റർ പദയാത്രയും ജഗൻ നടത്തിയിരുന്നു. ആരുമായും സഖ്യമില്ലാതെയാണ് ജഗന്റെയും പാർട്ടിയുടെയും അമരാവതി പിടിക്കാനുള്ള. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി അസമിൽ നിന്നാണ്. CPM ടിക്കറ്റിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥി നേതാവ് ബിരാഗ് ദേഗയ്ക്ക് 25 വയസ്സേ ഉള്ളൂ.
കൊക്രജാറിൽ നിന്നാണ് ബിരാജ് ദേഗ ജനവിധി തേടുന്നത്. ഇതോടെ വോട്ട് ഇന്ത്യ വോട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഒരു ഫ്ലെക്സിനപ്പുറം ആർഭാടമില്ല കൊക്രജാറിലെ ഈ CPM ഓഫീസിന്. അകത്തെ ഒറ്റമുറി ഓഫീസിൽ സ്ഥാനാർത്ഥിയും പാർട്ടിക്കാരും തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ്. അക്കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കൊക്രജാറിലെ CPM സ്ഥാനാർത്ഥി. പേര് ബിരാജ് ദേക്ക. വയസ്സ് 25. പക്ഷേ പ്രായത്തെക്കുറിച്ച് ചോദിച്ചാൽ പ്രായമല്ല പ്രശ്നം, വിഷയങ്ങളാണെന്നാകും ബിരാജിന്റെ മറുപടി. Yes, basically it is not about age. It is about the issues. SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ബിരാജ്. ബോഡോലാൻഡ് സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടി. Yes, we are talking about equality among the people. It's about religion, equality of all religious groups, equality of all the communities, equality of all the linguistic groups. So we are having all these issues we are having, and we are going with the voter with all these issues. സിറ്റിംഗ് MP നബാകുമാർ സരണിയ ഇത്തവണയും മത്സരത്തിനുണ്ട്. ബോഡോ പീപ്പിൾസ് ഫ്രണ്ടും കോൺഗ്രസും മറ്റ് പ്രാദേശിക പാർട്ടികളും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെയാണ് 25-കാരന്റെ പോരാട്ടം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.